സംസ്ഥാനത്ത് വീണ്ടും പോലീസ് അതിക്രമമെന്ന് പരാതി. അടൂർ സ്വദേശിയായ 23-കാരനാണ് ശാസ്താംകോട്ട പോലീസിനെതിരെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയെ സമീപിച്ചിരിക്കുന്നത്. പോലീസ് അതിക്രമത്തിൽ യുവാവിന്റെ ജനനേന്ദ്രിയത്തിന് ഗുരുതരമായി പരിക്ക് പറ്റി എന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത്. അതിക്രൂരമായ മർദ്ദനമേറ്റു എന്നാണ് യുവാവിന്റെ വെളിപ്പെടുത്തൽ. 23-കാരന്റെ സഹോദരൻ മറ്റൊരു കേസിൽ പ്രതിയാണ്. സഹോദരനെ തേടിയെത്തിയ പോലീസ് യുവാവിനെ കാറിൽ കയറ്റിയ ശേഷം ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. ഇപ്പുറത്തെ ഫൈസൽ സാർ ഒരു കാര്യം ചെയ്യും, ആ ചില്ല് മൊത്തം ഇടാൻ പറഞ്ഞു. ക്ലാസിൻ്റെ ചില്ല് മൊത്തം ഇട്ടിട്ട് പുള്ളി എൻ്റെ വലത്തെ സൈഡിലായിരിക്കുന്നത്. പുള്ളിയുടെ അടുത്ത കൈ വെച്ചിട്ട് ഒറ്റയടിയായിരുന്നു എൻ്റെ മുട്ട് വെച്ച്. ഈ ഇടി കൊള്ളും ഞാൻ കുലിയുമായിരുന്നു. കുലിഞ്ഞപ്പോൾ ഫ്രണ്ട് ചെയ്യുന്ന SI ആ സാർ എൻ്റെ ഉടുപ്പിൻ്റെ കുറച്ചത്തെ കോളറെല്ലാം പിടിച്ച് വലിച്ചിങ്ങനെ ഫ്രണ്ടോട്ട് വെച്ച്. എന്നിട്ട് മറ്റേ സാറ് എൻ്റെ കൈമുട്ട്, എൻ്റെ ഇട സൈഡിൽ ഇരുന്ന സാറ് കൈമുട്ട് വെച്ച് അടിക്കും, വലത് സൈഡിൽ ഇരുന്ന ആൾ കൈ ചുരുട്ടി അടിക്കുമായിരുന്നു ചെയ്തത്. ഈ രണ്ട് കൈയും കൂടെ മറ്റേ 2 സാർമാർ പിടിച്ച് വെച്ച്. മറ്റേ എൻ്റെ ഇപ്പുറത്തെ ഫൈസൽ എന്ന സാറ് പുള്ളിയുടെ തോളിൻ്റെ വശത്തോട്ട് എൻ്റെ ഈ വലത്തെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെച്ച്. എന്നിട്ട് മറ്റേ സാറ് ആ ഫൈസൽ എന്ന് പറഞ്ഞ സാറാണ് എൻ്റെ മൂത്രമൊഴിക്കുന്ന താഴത്തെ ആ ബോൾസിൽ പിടിച്ചിട്ട് അത് പിടിച്ചങ്ങ് ഞെരുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടങ്ങ് ആക്കി. എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത്, പറയാളി എൻ്റെ അനിയനെവിടെ പറയാളിയെന്ന് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. യുവാവിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് മെഡിക്കൽ റിപ്പോർട്ടും സ്ഥിരീകരിക്കുന്നുണ്ട്. ശാസ്താംകോട്ട DYSP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചതായും കുടുംബം ആരോപിക്കുന്നു. നീതി ലഭിക്കാത്തതിനെ തുടർന്ന് യുവാവിന്റെ കുടുംബം പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയെ സമീപിച്ചിരിക്കുകയാണ്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.